കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം അവരുടെ പാഷനും അവരുടെ ആക്ടിവിറ്റീസും നമ്മൾ ബ്രേക്ക് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിന് വിലങ്ങ് അണിയിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് ഈ പടം തുറന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും കൂടി റൺ ചെയ്യുന്ന ഒരു ചിത്രമാണ് വാഴ 2. അപ്പോൾ ഈ വാഴ 2-ന് നമുക്കൊരു 10-ൽ എത്ര സ്റ്റാർ കൊടുക്കാന്ന് ചോദിച്ചാൽ 10-ൽ 10 സ്റ്റാർ കൊടുക്കേണ്ടി വരും. കാരണം ഇതൊരു എന്റർടൈൻമെന്റ് സിനിമയാണ്. ഇതിൽ വലിയ മെസ്സേജ് ഉണ്ട്. ഇതിലെല്ലാം ഉപരി ഇവിടുത്തെ സ്കൂളുകളെ വെല്ലുവിളിക്കുന്നുണ്ട്, അധ്യാപകരെ വെല്ലുവിളിക്കുന്നുണ്ട്. അത് കൃത്യമാണ്. ആ വെല്ലുവിളി ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വെല്ലുവിളിക്കണം. കാരണം ഇതിന് ഞാൻ പ്രേക്ഷകരുടെ മുൻപിലോട്ട് പറയാം. എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ എനിക്കിത് നന്നായിട്ട് തുറന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു 10 മണിക്കൂർ പറഞ്ഞാൽ പോലും തീരാത്ത അനുഭവ കഥകളുണ്ട്. അധ്യാപകരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിലെ ഈ മാർക്ക് ഷീറ്റുകൾക്ക് വേണ്ടി കുട്ടികളെ പ്രിപ്പയർ ചെയ്യുകയും അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികൾ പിന്നെ എങ്ങോട്ട് മാറുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു ഒരു ഏജ് ഓഫ് ലെവലിൽ എല്ലാവരും കുറെ കുസൃതികളൊക്കെ കാണിക്കും. ആ കുസൃതികളൊക്കെ ഏറ്റവും കൂടുതൽ ഭയങ്കര എന്തോ സത്യസന്ധതയും മര്യാദയും എന്തോ വലിയ സമൂഹത്തെ വെല്ലുവിളിച്ചു പോലെ എന്തോ അപരാധം സംഭവിച്ചു പോലെ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ. ഞാൻ കണ്ടിട്ടുള്ള അധ്യാപകരിൽ 100-ൽ 90 പേരും അങ്ങനെയുള്ള അധ്യാപകരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ. ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. ഞാൻ വിദേശത്തൊന്നുമല്ല പഠിച്ചതോ, വിദേശത്ത് ഞാൻ ആ അധ്യാപക വൃത്തിയൊന്നും കണ്ടിട്ടുമില്ല. എൻ്റെ നാട്ടിൽ കണ്ടുവരുന്ന അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും ഈ 2026 ഇന്നേ ദിവസവും, അതായത് ഇന്ന് ഏപ്രിൽ 4-ാം തീയതിയാണെന്ന് തോന്നുന്നു, 4-ാം തീയതിയും ഞാനിപ്പോഴും കണ്ടുവരുന്ന അധ്യാപക വൃത്തികളെല്ലാം തന്നെ ഈ റൂട്ടിൽ തന്നെയാണ്. അതായത് എല്ലാ മേഖലകളിലും കുട്ടികളുടെ പഠനം മാത്രം വലുത് എന്ന് പറയുകയും, പഠനം തന്നെയാണ് പ്രധാനം, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷെ അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യും. അതിൽ ക്ലാസ്സിൽ ഒരു 5-6 കുട്ടികളാണ് വിജയം കൈവരിക്കുന്നത്. നിങ്ങൾ അതൊന്നും ക്ലാസ്സിലൊരു നല്ല എഫിഷ്യൻസി ആയിട്ട് ഒരു 40 കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങൾ 5 കുട്ടിയെ അത്രയും വിജയം വൽക്കരിക്കുകയുള്ളൂ. ഇത് ആ പഠനത്തിന് ടോപ്പിൽ വരുള്ളൂ. ബാക്കി 35 കുട്ടികളും ആവറേജോ കുറെ കുട്ടികൾ അതിനും താഴെയായിരിക്കും. പിന്നെ ഇവരെല്ലാരെയും കൂടി ഡിപ്രഷനിൽ നമ്മൾ പൂട്ടിയിടുമ്പോൾ കുട്ടികൾ കുറെ പ്രശ്നങ്ങളിൽ ചെന്നുവിടും. പിന്നെ ഒപ്പം തന്നെ ഒരു പ്രായത്തിൽ എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു നിഷ്കളങ്കമായ കുറെ കുസൃതികളുണ്ട്. അത് കുട്ടികൾക്ക് ചെയ്യും. അതിനെയൊക്കെ നമ്മുടെ അധ്യാപകർ ഈ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോ, അല്ലെങ്കിൽ നമ്മുടെ ലെനിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലോ, അല്ലെങ്കിൽ നമ്മുടെ പല മത ചട്ടക്കൂടിനകത്ത് നിർത്തി